പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 23-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രണ്ടാറു ലോചനമതുണ്ടാറു വക്ത്രമവ കൊണ്ടായ വണ്ണമൊരു നോക്കുണ്ടാകിലായവന് രണ്ടാമതില്ല ജനി കൊണ്ടാവലാതി നിയതം ഉണ്ടാകുവാൻ പളനി കൊണ്ടാടി വാഴുമറു രണ്ടായ ഹസ്തകൃപമേ ഉണ്ടാശയെങ്കിലും അതുണ്ടാകുവാൻ നിയതിയുണ്ടാകുമോ ശിവശിവ. രണ്ടാറു ലോചനമതുണ്ടാറു വക്ത്രമവ കൊണ്ടായ വണ്ണമൊരു നോക്കുണ്ടാകിലായവനു രണ്ടാമതില്ല ജനി കൊണ്ടാവലാതി നിയതം ഉണ്ടാകുവാൻ പളനി കൊണ്ടാടി വാഴുമറു രണ്ടായ ഹസ്തകൃപമേ ഉണ്ടാശയെങ്കിലും അതുണ്ടാകുവാൻ നിയതിയുണ്ടാകുമോ ശിവശിവ. ഇതാണ് ശ്ലോകം. രണ്ടാറ് ലോചനമുണ്ട്, 12 കണ്ണുകളുണ്ട്, 6 വക്ത്രം മുഖങ്ങൾ 6 എണ്ണമുണ്ട്. അവ കൊണ്ട് ആയവണ്ണം, അവ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു നോക്കുണ്ടാകിൽ, ഒരു നോട്ടമുണ്ടാകുന്ന പക്ഷം, ആയവന് ആ നോട്ടം ലഭിക്കുന്നവന് ജനി കൊണ്ട് ആവലാതി രണ്ടാമതില്ല, ജന്മം കൊണ്ടുള്ള ദുഃഖം ആവർത്തിക്കുകയില്ല, നിയതം നിശ്ചയമാണ്. പളനി കൊണ്ടാടി വാഴും, പളനിയിൽ കൊണ്ടാടപ്പെട്ടു വാഴുന്ന അറുരണ്ടായ ഹസ്തകൃപ, 12 കൈകളോട് കൂടിയവൻ്റെ അനുഗ്രഹം മേ ഉണ്ടാകുവാൻ ഉണ്ട് ആശ, എനിക്കുണ്ടാകുവാൻ ആഗ്രഹമുണ്ട്. എങ്കിലും അതുണ്ടാകുവാൻ, ആ കൃപ ലഭിക്കാനുള്ള നിയതി ഉണ്ടാകുമോ ശിവശിവ, ഭാഗ്യം വന്നു ചേരുമോ, അല്ലെ അതിനുള്ള യോഗ്യത, അതിനുള്ള യോഗം എനിക്കുണ്ടാകുമോ ഭഗവാനേ. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. പളനീവാസനായ സുബ്രഹ്മണ്യ ഭഗവാന് 12 കണ്ണുകളും 6 മുഖങ്ങളുമുണ്ട്. അവ കൊണ്ട് വേണ്ടവണ്ണമുള്ള ഒരു നോട്ടം ലഭിക്കുവാൻ, ഭാഗ്യം ലഭിക്കുന്നവന് ജന്മം കൊണ്ടുള്ള ദുഃഖം ആവർത്തിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പളനി മാമലയിൽ കൊണ്ടാടപ്പെട്ടു വാഴുന്നവനും 12 കൈകളോട് കൂടിയവനുമായ ആ ദേവൻ്റെ അനുഗ്രഹമുണ്ടാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുമോ ശിവശിവ, ഭാഗ്യമുണ്ടാകുമോ അല്ലെങ്കിൽ യോഗമുണ്ടാകുമോ ഭഗവാനേ. സുബ്രഹ്മണ്യൻ്റെ 6 മുഖങ്ങൾ വിശ്വസംവ്യാപ്തിയുടെ ആകത്തുകയെ പ്രതീകവൽക്കരിക്കുന്ന ദിങ്മുഖങ്ങളാണ്. 12 കണ്ണുകൾ അവയുടെ അകവും പുറവും പ്രതീകവൽക്കരിക്കുന്നു. 12 കൈകൾ പ്രാപഞ്ചികവും പ്രാപഞ്ചികേതരവുമായ ക്രിയാപരതയുടെ പ്രതീകങ്ങളാണ്. അദ്വൈതികൾ ബ്രഹ്മപ്രഭാവം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നതെന്തോ അതുതന്നെയാണ് ക്രിയാപരതയുടെ 12 കര വൈഭവം, അതായത് 12 കരങ്ങളുടെ വൈഭവം. ശൈവ സിദ്ധാന്തപ്രകാരം അതുതന്നെയാണ് സൃഷ്ടിന്മുഖ സംഹാരാത്മക ധർമ്മ പ്രഭാവം. ശിവപുത്രനായ സുബ്രഹ്മണ്യ കുമാരൻ പളനീവാസൻ എന്ന പേരിലാണ് കൊണ്ടാടപ്പെടുന്നത്.
ശൈവ തത്വപ്പൊരുളിനെ പ്രതീകവൽക്കരിക്കുന്ന ബിംബസ്വരൂപതയോടുകൂടി ആ ദേവനെ സാക്ഷാത്കരിക്കാനുള്ള ധ്യാനയോഗ സാധനയിലാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഏർപ്പെട്ടത്. പ്രായോഗിക അദ്വൈത പൊരുളിൻ്റെ സാക്ഷാത്കാരമാണ് അതിലൂടെ ഗുരു ഉന്നം വെച്ചത്. പിഴ കൂടാതെ തന്നെ ദാർശനിക പിൻബലവും ആധ്യാത്മിക ശാസ്ത്ര പിൻബലവും യുക്തിയും ഇക്കാര്യത്തിൽ തനിക്ക് തുണയായി ഭവിക്കുമോ എന്ന ആശങ്കയാണ് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശൈവയോഗ സാധനയിൽ ഗുരുവിനുണ്ടായിരുന്ന അർപ്പിത ബുദ്ധിയാണ് ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. ഈ ശ്ലോകത്തെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.